കാസർഗോഡ് കുബണൂരിൽ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടുത്തം. ഇന്നലെ അർദ്ധരാത്രിയാണ് തീപിടുത്തമുണ്ടായത്. തീ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുകയാണ്. അരുൺ, ഇന്നലെ തീപിടിച്ചതാണ് എന്നറിയുന്നു. ഇതുവരെ തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. അവിടെ എത്ര ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്? ഏത് തരത്തിലായിരുന്നു അപകടം? ഗോപിക, മംഗൽപാടി പഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് ഈ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് ഈ തീ പടരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഈ മാലിന്യ പ്ലാന്റ് ആയതുകൊണ്ട് തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 3 യൂണിറ്റുകളാണ്, അഗ്നിരക്ഷാ സേനയുടെ 3 യൂണിറ്റുകളാണ് ഇപ്പോൾ ഈ തീ അണക്കാനുള്ള ശ്രമം നടത്തുന്നത്. കാഞ്ഞങ്ങാട്, ഉപ്പള, കാസർഗോഡ് ഈ യൂണിറ്റുകളാണ് ഈ ദൗത്യം നടത്തുന്നത്. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല എന്നതാണ് നമുക്ക് അവിടുന്ന് ലഭ്യമാവുന്ന വിവരം. ഈ മംഗൽപാടി പഞ്ചായത്തിന്റെ ഒരു സാഹചര്യം നമുക്കറിയാം. ഈ വലിയ തോതിൽ മാലിന്യ പ്രശ്നം നിലനിൽക്കുന്ന പഞ്ചായത്താണ്. അവിടെ ഈ മാലിന്യ പ്ലാന്റ് തന്നെ വലിയൊരു മേഖലയിൽ ഇത്തരത്തിൽ മാലിന്യ പ്ലാന്റ് ഈ കുബടൂരിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റിൽ നിന്ന് തീ മറ്റിടങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ ചില സാഹചര്യമുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ യൂണിറ്റുകൾ എത്തിച്ച് ഈ തീ അണക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ തീ നിലവിൽ നിയന്ത്രണ വിധേയമായിട്ടില്ല. കാസർഗോഡ് കുബണൂരിൽ ആണ് മാലിന്യ സംസ്കരണ പ്ലാന്റിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രിയാണ് തീപിടുത്തം ഉണ്ടായത്. തീ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല. പല സ്ഥലങ്ങളിലേക്കും തീ വ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകി.